അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞത് രണ്ടാമത്തെ ദിവസം. എന്നാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സാധാരണ നമ്മൾ ക്രിസ്മസ് ദിവസത്തിലാണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. പക്ഷേ ഭക്ഷണത്തിനുള്ളത് ഞങ്ങളന്ന് പുറത്ത് പോയി കഴിച്ചു. കാരണം എനിക്കന്ന് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഓൾറെഡി അമ്മ മാങ്ങക്കറി ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ അത് കാണിക്കാറുണ്ട്. നമ്മുടെ മാങ്ങക്കറി റെസിപ്പി അടുത്ത വീഡിയോയിലാണ്. ഇനി മീൻ ഫിഷ് ഫ്രൈ നമുക്ക് ചെയ്യാനുണ്ട്, ബീഫ് ഫ്രൈ ചെയ്യാനുണ്ട്. ബീഫ് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇനി അടുത്ത് കട്ട് ചെയ്ത് ബീഫ് ഫ്രൈക്ക് നോക്കാം. അതിന് ശേഷം ഫിഷ് ഫ്രൈ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതൊന്നും ചെറിയ വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ബീഫ് കട്ട് ചെയ്യാം, എന്നിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ്. എന്തായാലും ബീഫ് ഫ്രൈക്ക് ഇവിടെ അടുത്ത് ഉള്ളത് നമ്മുടെ ബുച്ചറിയിൽ കേരള ബീഫ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബീഫിനുള്ള കട്ട് കിട്ടും. അതാണ് സാധനം കിട്ടാറ്. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും തീർന്ന ക്രിസ്മസ് അല്ലേ, എല്ലാവരും ഒന്നും കൊണ്ടുപോകും. അപ്പം നമുക്ക് കിട്ടിയത് ബ്രിസ്ക്കറ്റ് നല്ല പീസാണ്. ഇന്ന് ബ്രിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നെയ്യോടെ കുറച്ചുകൂടി താല്പര്യമില്ല. എന്നാലും സാധാരണ ഈ ബീഫ് ഫ്രൈ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി നമുക്ക് ഞാനായിട്ട് പറഞ്ഞതിൻ്റെ കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ആയിക്കോട്ടെ. ഒരു സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാരണ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ സ്പെഷ്യലാണ്. നമ്മൾ ബീഫ് ഫ്രൈ സാധാരണ അധികം ഉണ്ടാക്കാറില്ല വീട്ടിൽ. ബീഫ് റോസ്റ്റാണ് നോക്കുന്നത്. ഞാൻ മാങ്ങക്കറി ഉൾപ്പെടെയുള്ള എലാബറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷേ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അതൊരു അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ബീഫ് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് അടുപ്പത്ത് കയറ്റാം. അതിനുള്ള സാധനങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ ബീഫ് വെട്ടിക്കഴിഞ്ഞു. ഇതാണ് കുക്കറിലാക്കിയിട്ടുണ്ട്. 2 പ്രാവശ്യം കഴുകി കുക്കറിലാക്കിയിട്ടുണ്ട്. എന്തായാലും ബീഫിലേക്കുള്ള പൊടികൾ ഞാനിവിടെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് മീറ്റ് മസാല ഉപയോഗിക്കാം. ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ഉപയോഗിക്കാം. ഏതാണെങ്കിൽ കുഴപ്പമില്ല. അതിനകത്തൊരു ചെറിയ തിക്നെസ് വരും, കാരണം അതിനകത്ത് അവർ പലതരം പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കൊഴുപ്പിനാണ്. ഞാനതിലേക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഏകദേശം അളവ് ഞാൻ പറയുന്നില്ല, പലർക്കും പല എരിവും മസാലയുടെ ഇഷ്ടങ്ങളുമാണ്, അപ്പം അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ മുളക് പൊടി, ഇത് രണ്ടും ഇപ്പം ചേർക്കുന്നുള്ളൂ. അത് നമ്മുടെ ഇഷ്ടം. ഇവിടെ പൊതുവെ എരിവ് ഇത്തിരി കുറവാണ് ഉപയോഗിക്കുന്നത്. നാട്ടിൽ ഞാൻ നല്ലപോലെ എരിവ് വെച്ചിരുന്നതാണ്. കുറച്ചും കൂടി ചേർത്തത് ക്രിസ്മസ് അല്ല, ഇത് എരിഞ്ഞിരിക്കട്ടെ. അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്തു. അത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വേവിക്കുമ്പോൾ നമ്മൾ ഇഞ്ചി മാത്രം ചേർക്കുക, വെളുത്തുള്ളി ചേർക്കാൻ നിർബന്ധമില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വറുക്കുന്ന സമയത്ത് നമ്മളത് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചതച്ച ഇഞ്ചി ഇനി ഉപ്പ്. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നത് കാര്യം എന്താണെന്നറിയോ, ഓരോരുത്തർക്കും ഓരോ അളവാണ്. അത് നിങ്ങളതനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. അപ്പം അതുകൊണ്ട് 2 ഇതിലും ചെറിയ സ്പൂൺ കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ വാങ്ങിച്ചാലും കിട്ടിയില്ല. ഇഞ്ചും കൂടി ചേർത്തേക്കാം. ഇത് വളരെ ചെറിയ സ്പൂണാകുമ്പോൾ അതിൽ നമുക്ക് ചേർത്തിട്ടില്ല. ഇച്ചിരി വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് മണത്തിനാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇവിടെ കിട്ടുന്ന ബീഫുകൾ സാധാരണ വേവില്ല, പെട്ടെന്ന് വേവും. എന്നായിരുന്നാലും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വേവിക്കാം. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ ആവി പോകുന്നവരെ ഓക്കെ. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല. നോക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ അത് കാരണം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ ആവിയൊക്കെ പോയതിനു ശേഷം തേങ്ങ നമ്മൾ തേങ്ങ കൊത്തിടുന്നുണ്ട്. അപ്പോൾ
ഇങ്ങനെയുള്ള കുടിക്കാനൊന്നും കൊള്ളൂല. നമ്മുടെ നാട്ടിൽ പോലെ കണ്ട പൈപ്പ് വന്നില്ല. കറക്റ്റ് ഹാഫായില്ല. കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇത് നമ്മുടെ പെരിഞ്ചീരകമാണ്. നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അതല്ലാതെ പൗഡറാണ് കേട്ടോ. ചെറിയ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതോടെ വയ്ക്കട്ടെ. ഇത് ഇറക്കാൻ നേരത്തേക്ക് നമുക്ക് ചേർക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിന് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് പെരിഞ്ചീരകം അരിഞ്ഞിരിക്കുന്നു. കൂട്ടത്തിൽ 2 വേണ്ടി പച്ചമുളക്, പെരിഞ്ചീരകം, 2 വേപ്പില, നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ തേങ്ങ. ബീഫ് തിന്നുന്നതിലും ഞാനിതിന് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി നമ്മൾ വേവിക്കുന്നത് ചേർത്തില്ല. പകരം നമ്മളിത് ഇപ്പം ചേർക്കും. സ്വല്പം കൂടി ഇഞ്ചി മതി, അല്ലാണ്ട് ചേർക്കണ്ട. കാരണം ഓൾറെഡി നമ്മൾ കുക്കറിനകത്ത് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള തരത്തിൽ കുറച്ച് സവാള, പെട്ടെന്ന് നമ്മുടെ ബീഫ് ഫ്രൈഡ് വേണം പോലെ ഇറക്കി ഇതൊന്ന് മൂക്കുന്ന വരെ നോക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് ബീഫ് ചേർക്കാം. ഈ വല്ലാതെ കരിയുന്നതിന് മുമ്പ് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ഒന്ന് കൺ ബി ജനറസ്. ഞാനൊരു 1.5 സ്പൂൺ ചേർത്തിരിക്കുന്നു. കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. കരിക്കണ്ട. നമുക്കൊരു കുറച്ചുകൂടി മഞ്ഞപ്പൊടി, സ്വല്പം കുറച്ച് മുളക് പൊടി, അല്ലാണ്ട് ആവണമെന്നില്ല. സ്വല്പം കൂടി മീറ്റ് മസാല ശരിയാ നോക്കണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, നല്ല ഫ്രൈ ആവുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ടത് കുറച്ചുകൂടി എണ്ണ ചേർക്കാം. ഇതിൽ പല സ്റ്റെപ്പിലായിട്ട് നമ്മൾ എണ്ണയും കുരുമുളകും പെരിഞ്ചീരകവും വേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ വെള്ളമെല്ലാം വറ്റി വരണ്ട് വരുന്നവരെ നമുക്ക് ഇറങ്ങി നോക്കാം. നല്ല കളറൊക്കെ നല്ല ഇരുട്ട് വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് സ്റ്റേജ് 2. നമുക്ക് ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റേജ് വേണമെങ്കിൽ നിർത്തി നിങ്ങൾക്ക് അത് ബീഫ് കറി റോസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഞാനെന്തായാലും ഇത് നല്ല ഫ്രൈ ആയിട്ട് നിർത്താത്തുള്ളൂ. അതുവരെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് അടുത്ത സ്റ്റേജ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിർത്തണമെങ്കിൽ ഇവിടെ നിർത്താം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അവസാനം വരെ ഞാൻ ചെയ്യും. ഇത് ഏകദേശം ഒരു ബീഫ് റോസ്റ്റ് പരിപാടി തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന കുറേ സമയം എടുത്തിട്ടില്ല. അത് പെട്ടെന്ന് ആവുള്ളൂ. കുറച്ച് അടി പരന്ന പാത്രമായിരുന്നു നമ്മൾ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. അല്ലെങ്കിൽ കുഴിയുടെ പാത്രത്തിലാണെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും. കാരണം ഇതിൽ സർഫസ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ പെട്ടെന്ന്
അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടി ഫ്രൈ ആയി വന്നു കിട്ടിപ്പോൾ. ഏകദേശം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ കുറച്ച് സവോള ചേർക്കും. അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴേക്കും അത് നല്ലപോലെ കാരമലൈസ് ആവും, ഈ കരിഞ്ഞു പോലെ. നല്ലപോലെ ഇളക്കുക. ഇനിയാണ് ബീഫ് ഒരു ബീസ്റ്റ് മോഡിലേക്ക് പോകുന്നുണ്ട്. അവസാനത്തെ ട്രിപ്പ് ഇതുള്ളത് ചതച്ച പെരിഞ്ചീരകം, കറിവേപ്പില നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് പൊതിയാണ്. അങ്ങനെ മക്കളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈയും കൂടി ശരിയാക്കാണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരാം. അങ്ങനെ ബീഫ് ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ഫിഷിൻ്റെ ഒരു പരിപാടി കൂടി അതുകൂടി കഴിഞ്ഞാൽ വിളമ്പാം. നമുക്കിനി ഫിഷ് ഫ്രൈ ആണുള്ളത് ബാക്കി. ബേസിക് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് നമ്മളുടെ കൂടെ ഉണ്ടാക്കുന്നുള്ളൂ. ആദ്യം ഞാൻ കുറച്ച് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. സാധാരണ ഞാൻ നാരങ്ങ ചേർക്കാറുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, നാരങ്ങ ഉണ്ടോ നമുക്ക് നാരങ്ങ ചേർക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് മീനിറക്കി ചേർക്കണം. വേപ്പില ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേപ്പില ചേർക്കും. ഏകദേശം ഇതാണ് കൺസിസ്റ്റൻസി. ഇതാണ് ഏകദേശം കൺസിസ്റ്റൻസി. ഫിഷ് അടിയിട്ട് റസ്റ്റ് ചെയ്യാൻ വെക്കണം. റസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. സ്നാപ്പറാണ് കിട്ടുന്നത്. വറക്കാനുള്ള കാര്യത്തിലാണ് പോസിബിൾ. വറക്കാൻ വേണം. വെളിച്ചെണ്ണ ഷാലോ ഫ്രൈ മതി. വേപ്പില, ചെറിയ തീയിൽ ഒന്ന് മൊരിച്ചെടുക്കാം. ആദ്യം ഹൈ ഹീറ്റിലായിരുന്നു, നമ്മളത് മീഡിയത്തിലേക്കാക്കി ജസ്റ്റ് ആ സ്കിന്ന് ഒന്ന് ഫേമായി വരുമ്പോൾ ഇനി അടുത്ത സൈഡിലേക്ക് മാറ്റാം. ഇനി അതാ മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇനി അത് അവിടെ ഇരുന്ന്
ഫ്രൈ ആണ്. ഇപ്പോൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്, ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു സവാള വെച്ച് ഒരു തേങ്ങാക്കൊത്ത് വെച്ച് മെറി ക്രിസ്മസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമുണ്ടോ പറഞ്ഞില്ലാന്നുണ്ടോ? കഴിക്കേണ്ട സർബത്ത. ഇനി ഫിഷ് ഒരു പീസ് എടുത്ത് കഴിക്കണം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കേണ്ടതല്ല, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്. ഇവിടെയുള്ള അടുത്ത് ഞാൻ ടേസ്റ്റ് ഒക്കെ കൊടുത്താണ് ഓൾറെഡി, അത് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇനി ഇതും മാങ്ങക്കറിയും ചിക്കനും എല്ലാം കൂടി പിടിപിടിയിട്ടേ. അപ്പോൾ മിസ്സായ ക്രിസ്മസ് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. സിയാ.